മക്കയുടെ സുഗന്ധവും കഅബാലയത്തിൻ്റെ പരിമളവും മക്ക വിശുദ്ധ ഭൂമിയുടെ ത്രസിപ്പിക്കുന്ന മന്ദമാരുതനും തലോടുന്ന ഹുദൈബിയയിലെത്തി നിൽക്കുമ്പോൾ പുണ്യ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിലേക്ക് കടക്കാൻ കഴിയാതെ ഹബീബായ നബി തങ്ങൾ സ്വഹാബിമാർ വിഷമിച്ചിരിക്കുമ്പോൾ 80ഓളം കുതിരപ്പടയാളികൾ മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന 80ഓളം ആളുകൾ, ആ 80 ആളുകളെയും സ്വഹാബിമാർ പിടിക്കുകയും ഒരു ശത്രു സമൂഹത്തിൻ്റെ സായുധരായ പോരാളികളെ മറുപക്ഷത്തുള്ള ആളുകൾക്ക് ലഭിക്കുകയാണെങ്കിൽ എന്താണ് ലോക ചരിത്രത്തിൽ സംഭവിക്കാറുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇത് ലോകത്തിന്റെ റഹ്മത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റഹ്മത്തുൽ മുഹ്ദാ, ശത്രുക്കളോട് പോലും കരുണ കാണിക്കാൻ പഠിപ്പിച്ച അന്ത്യപ്രവാചകരാണ് നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാഗത്ത് ആവേശമുണ്ട്, സ്വഹാബികൾക്ക് എന്തെന്നില്ലാത്ത പിടിച്ചു നിർത്താൻ കഴിയാത്ത മക്കയോടുള്ള അഭിനിവേശം. ആര് തടുത്താലും ആര് എന്ത് പ്രയാസം സൃഷ്ടിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മക്കയിലേക്ക് ഞങ്ങൾ കടന്നു വരും, ഞങ്ങൾക്ക് ഉംറ നിർവഹിക്കണം എന്ന ഇബാദത്തിന്റെ അതിയായ ഔത്സുക്യത്താൽ മഹാന്മാരായ സ്വഹാബിമാർ ഒരൽപ്പമെങ്കിലും അവരുടെ വിവേകം വിട്ട് കളിച്ചില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 80ഓളം കുതിരപ്പടയാളികളെ ഹബീബിന്റെ കയ്യിൽ ലഭിച്ചിട്ട് സ്വഹാബിമാർ നിരുപാധികം അവരെ വിട്ടയക്കുകയാണ്. അങ്ങനെ വിട്ടയച്ചപ്പോ പരിശുദ്ധ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനമായിരുന്ന ഖസ്വ എന്ന ഒട്ടകം, ആ ഒട്ടകം അവിടെ മുട്ടുകുത്തുകയാണ്. ഹബ് ഹബ് ഖലഅത്തിൽ ഖസ്വ, എന്തു പറ്റി, എന്തേ ഈ ഒട്ടകം അവിടെ മുട്ടുകുത്തിയത് എന്ന് സ്വഹാബിമാരും കൂടെയുള്ള ആളുകളൊക്കെ പറയാൻ തുടങ്ങി. എന്തേ ഒട്ടകത്തിന് സംഭവിച്ചത്? മക്കയിലേക്ക് പോകാൻ കഴിയുമായിരിക്കെ ആ ഒട്ടകം അവിടെ മുട്ടുകുത്തുകയാണ്. ഹബ് ഹബ് ഖലഅത്തിൽ ഖസ്വ, ഖസ്വ പറഞ്ഞത് കേൾക്കാതെയായല്ലോ. അപ്പോഴാണ് ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വലിയൊരു ആശയം പഠിപ്പിക്കുന്നത്. മാ ഖലഅത്തിൽ ഖസ്വ, എന്റെ ഖസ്വ എന്ന ഒട്ടകം പറഞ്ഞു കേൾക്കാത്തതല്ല. എന്റെ ഒട്ടകം ഞാൻ പറഞ്ഞതനുസരിക്കാതിരിക്കുകയുമല്ല. വമാ ദാക ലഹാ ബിഖുലുഖിൻ, എന്റെ ഒട്ടകത്തിന്റെ സ്വഭാവവുമല്ല അത്. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാൻ കടപ്പെട്ടതാണ് എന്റെ ഒട്ടകം. എന്നാൽ അകിൻ ഹബസഹാ ഹാബിസുൽ ഫീലി അൻ മക്ക, മക്കയിലേക്ക് ആനപ്പടകളുമായി അബ്രഹത്ത് വന്നപ്പോ ഏതൊരു പടച്ചതമ്പുരാനാണോ അബ്രഹത്തിന്റെ ആനപ്പടയെ മക്കയിലേക്ക് പോകാതെ വഴിതിരിച്ചു വിട്ടത്, ആ പടച്ചതമ്പുരാൻ തന്നെയാണ് എൻ്റെ ഒട്ടകത്തെയും ഇവിടെ നിയന്ത്രിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പുണ്യനബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. വല്ലാഹി ലാ തസ്അലുന്നനി ഖുറൈശുൻ ഖിത്തൻ യുഅള്ളിമൂന ഫീഹാ ഹുറുമാതില്ലാഹി ഇല്ലാ അജബ്തുഹും ഇലൈഹാ. ഇന്ന് ഖുറൈശികൾ ന്യായമായ വ്യക്തമായ നീതിയുക്തമായ ഏതൊരു നിലപാട് ഖുറൈശികൾ സ്വീകരിച്ചാലും അതിൽ അല്ലാഹുവിൻ്റെ ഹുർമത്തുകളെ, അല്ലാഹു ആദരിച്ച വസ്തുക്കളെ, ദീനിൻ്റെ ശഈറത്തും മിൻ ശആഇരില്ലാഹ്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ, ഇസ്ലാമിൻ്റെ അടയാളങ്ങളെ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഏത് നിലപാട് ഖുറൈശികൾ എടുത്താലും ഞാനതിന് ഒപ്പുവെക്കാൻ ഒരുക്കമാണ്, ഞാൻ അവരുടെ കൂടെയുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ശത്രുക്കളുമായൊരു ഉടമ്പടി നടക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ശത്രുക്കൾ ന്യായമായും യുക്തമായും നീതിക്ക് നിരക്കുന്നതുമായി എന്ത് നിലപാടെടുത്താലും അവരുടെ കൂടെ ഞാനുണ്ടാകുമെന്ന് ഉറക്കെ പറഞ്ഞ റസൂലാണ്. മാ ഖലഅത്തിൽ ഖസ്വാ വമാ ലഹാ ബിഖുലുഖിൻ. എൻ്റെ ഒട്ടകത്തിൻ്റെ സ്വഭാവം അനുസരണക്കേടല്ല, എൻ്റെ ഒട്ടകം അനുസരിക്കുന്ന ഒട്ടകമാണ്. ഹബസഹാ ഹാബിസുൽ ഫീലി അൻ മക്ക. ആനകളെ അബ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ അബ്രഹത്തിൻ്റെ ആനപ്പടകളെ നിയന്ത്രിച്ച അതേ പടച്ചതമ്പുരാനാണ് എൻ്റെ ഒട്ടകത്തെയും നിയന്ത്രിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വഹാബികളെ, നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ വർഷം ഉംറയില്ലാതെ തിരിച്ചു പോരുകയാണ്. അങ്ങനെ തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ പുണ്യനബി തങ്ങൾ പറഞ്ഞ വാക്യതാണ്, ഫവല്ലാഹി ലാ തസ്അലന്നനി ഖുറൈശുൻ ഖിത്തൻ യുഅല്ലിമൂന ഫീഹാ ഹുറുമാത്തില്ലാഹ്. അല്ലാഹു പവിത്രമാക്കി വെച്ചിട്ടുള്ള ഹുർമത്തുകളെ ബഹുമാനിച്ചുകൊണ്ട് ഏത് നിലപാട് ഖുറൈശികൾ എടുത്താലും ഞാൻ അതിനോടൊപ്പമാണ്. മഹാനായ സയ്യിദുൽ ഉലമ തങ്ങൾ സംസാരിച്ച വാക്കുകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ ഹുർമാത്തുകളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശആയിറുകളെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം പഠിപ്പിച്ചു തന്നു. അള്ളാഹു ബഹുമാനിച്ചത് ബഹുമാനിച്ചുകൊണ്ട്, അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചുകൊണ്ട് മക്കായുടെ ഹുർമത്ത്, മസ്ജിദുൽ ഹറാമിൻ്റെ പവിത്രത, കഅബാലയത്തിൻ്റെ പുണ്യം, മക്കയുടെ മഹത്വം ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഖുറൈശികൾ എന്നോട് എന്താവശ്യപ്പെട്ടാലും ഞാനതിന് ഒപ്പുവെക്കാൻ ഒരുക്കമാണ് എന്ന് ശത്രുക്കളോട് പോലും നീതിയുടെ നിലപാടെടുത്ത റസൂലാണ് ഹബീബുന റസൂലുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ മുംതഹിന വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. ഒരു ബഹുസ്വര സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന പക്ഷം ആ സമൂഹത്തിന് നന്മ ചെയ്യാനും അവരോട് നീതിയുക്തമായി പെരുമാറാനും അള്ളാഹു പഠിപ്പിക്കുകയാണ് ഈ ഉമ്മത്തിനെ. ഏതു മതവിശ്വാസികളാവട്ടെ, ഏതെല്ലാം ചിന്തകളോ ആശയങ്ങളോ കൊണ്ട് നടക്കുന്നവരാകട്ടെ, നിങ്ങളോട് നേർക്കുനേരെ യുദ്ധം ചെയ്യാതെയും നിങ്ങളിവിടെ നിന്ന് ഇറക്കി പറഞ്ഞേക്കാതെയും നിങ്ങളോട് സമാധാനപരമായി പെരുമാറുന്ന എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ടല്ലോ. ആ മനുഷ്യരോട് മുഴുവനും നിങ്ങൾ നന്മ ചെയ്യണം. മൻതബറൂഹും, നിങ്ങളെ നേരിട്ട് ഉപദ്രവിക്കാത്ത, നിങ്ങളെ ഇവിടുന്ന് ഇറക്കി പുറപ്പെടിക്കാൻ കുൽസിത ശ്രമങ്ങൾ നടത്താത്ത, വളരെ വളരെ സൗമ്യമായും സ്വസ്ഥമായും മതപരപേക്ഷമായും സെക്യുലറായിട്ടും വളരെ ടോളറൻസിലും ജീവിക്കുന്ന ഒരു സമുദായത്തിൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ അവരുടെ വിശ്വാസം എന്താണെങ്കിലും അൻതബറൂഹും, അവരോട് നിങ്ങൾ നന്മ ചെയ്യണം. വതുഖ്സിതൂ ഇലൈഹിം, നിങ്ങൾ അവരോട് നീതി ചെയ്യണം, അവരോട് നീതി പുലർത്തണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അള്ളാഹു നീതി എന്ന് പറയുന്ന പരമമായൊരു മൂല്യത്തിലാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടുപോരുന്നത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് നീതിയിലാണ്. നീതി തകരുന്ന പക്ഷം ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും തകരും. മനുഷ്യജീവിതം അതിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. മനുഷ്യൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടിയുലയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് അല്ലാഹു തആല വസ്സമാഇ
رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. നീതി നടപ്പാക്കണം. മനുഷ്യരെല്ലാം നീതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആരും അനീതി ഇഷ്ടപ്പെടുന്നവരല്ല, ആരും വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ ആരെയും വഞ്ചിക്കരുത്. മനുഷ്യരുടെ ചിന്തകൾ പലതാണ്, മനുഷ്യരുടെ ആശയങ്ങൾ പലതാണ്, വിശ്വാസങ്ങൾ പലതാണ്. എന്നിരുന്നാലും നീതിയുടെ ഭാഷ മനുഷ്യർക്ക് മുഴുവൻ ഒന്നാണ്. ഇത് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതിൻ്റെ മനോഹരമായ വഴിയിലേക്ക് ഏതാനും ചില ചിന്തകൾ നമുക്ക് ഇന്നത്തെ രാവിൽ പങ്കുവെക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു ഇസ്സത്തുള്ള ഒരു അസ്തിത്വം ഈ ഉമ്മത്തിന് നമ്മുടെ മഹല്ലിലും നമ്മുടെ നാടുകളിലും തുടങ്ങി കർണാടകയിലും കേരളത്തിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിലും ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തികൾക്ക് അള്ളാഹു വലിയ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. വലിയൊരു ആശയം, വലിയൊരു വിശ്വാസ പ്രമാണം നെഞ്ചിലേറ്റി നടക്കുന്നവരാണ് നമ്മൾ. ആ വിശ്വാസ പ്രമാണം നമ്മുടെ ജീവനേക്കാൾ വലുതാണ്. നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശമാണത്, നമ്മുടെ അസ്തിത്വത്തിൻ്റെ വിളക്കുമാടമാണത്. അലൈഹാ നഹ്യാ വഅലൈഹാ നമൂത് വഅലൈഹാ നുബ്അഥു ഇൻഷാ അല്ലാഹ്. അതിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആ ആശയത്തിലാണ് നമ്മൾ മരിക്കുന്നത്, ആ ആശയത്തിലാണ് നാളെ നമുക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹൃദയത്തിനുള്ളിൽ വെളിച്ചം കിട്ടുന്ന മഹത്തുക്കളായി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദുകളായി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു സൂചിപ്പിച്ച ഒരു ആശയമാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ ഫഇമ്മനും കീഴൊതുങ്ങുകയാണെങ്കിൽ, ഒരു അനീതിയില്ലാതെ അതിക്രമങ്ങളില്ലാതെ അവർ ഒതുങ്ങുകയാണെങ്കിൽ, ആ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ നീതിയോടുകൂടെ നിങ്ങൾ മസ്ലഹത്തുണ്ടാക്കണം. ബിൽ അദ്ലി. ആരാണത് നടപ്പാക്കേണ്ടത്? ആരാണത് നടപ്പാക്കേണ്ടത്? അസ്ഹാബുൽ ഹില്ലി വൽ അഖദ്. ഒരു നാട്ടിലെ പ്രമാണിമാർ, ഒരു നാട്ടിലെ കാര്യസ്ഥന്മാർ, അവിടെ ഒരു ജഡ്ജോ ഒരു മഹ്കമയോ ഇല്ലെങ്കിൽ അവിടുത്തെ പ്രമാണിമാരായ ആളുകൾ ഇടപെട്ടുകൊണ്ട് രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിക്കണേ. വഅഖ്സിതൂ. നീതിയുക്തമായി പെരുമാറണമേ. ഒരാളും അനീതിയോടുകൂടെ പെരുമാറപ്പെടരുത്. ഒരാളോടും ബഹുമാനക്കേടുണ്ടാവരുത്. ഒരാളുടെയും മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നിലപാടുകൾ ഉണ്ടാവരുത്. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു ജല്ല ജലാലു യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവൻ തന്നെയാണ് അല്ലാഹു. അല്ലാഹുവിൻ്റെ മഹബ്ബത്ത് അവർക്കുണ്ടാകും. ലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നീതിയാണ്. സമ്പത്തില്ലെങ്കിൽ സഹിക്കാം, ദാരിദ്ര്യമുണ്ടെങ്കിൽ സഹിക്കാം, രോഗമുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുമെന്നാൽ ഒരാളോട് അനീതി ചെയ്യപ്പെട്ടാൽ, അതിക്രമം ചെയ്യപ്പെട്ടാൽ, മനുഷ്യൻ്റെ വികാരം വ്രണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്, ഒരാളും ഒരാളുടെയും ഹക്ക് അതിക്രമിച്ചെടുക്കരുത്. ഒരാളും ഒരാളുടേതും എൻ്റേതാണെന്ന് പറഞ്ഞ് സ്വന്തത്തിലേക്ക് വലിച്ചെടുക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. മൻ അൻ വഹാത്തിൻ, എനിക്ക് വേണം എന്ന് അന്യായമായത്, ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ചു വാങ്ങുന്നതും, മൻ അൻ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതും, രണ്ടും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ട, ഒരിക്കലും ചെയ്യരുതേ എന്ന് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വിഷയം ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അതിൻ്റെ പകുതി ഭാഗം ചർച്ച ചെയ്തു വെച്ചതായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ ഒന്നുകൂടെ ആഴത്തിലേക്ക് കുറച്ചുകൂടെ ഭാഗങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്.
മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യർക്കെതിരെ കേസുകളും പരാതികളും പെറ്റീഷനുകളും, മനുഷ്യർക്കെതിരെ അതിക്രമങ്ങളായിട്ടും ആരോപണങ്ങളായിട്ടും മനുഷ്യ മനസ്സുകൾക്ക് വ്രണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മുറിവ് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന് റഹ്മത്തായി വന്ന ഒരു റസൂലിൻ്റെ ഉമ്മത്തികളല്ലയോ നമ്മൾ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പൊന്നാര നബിയേ, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ലോകത്തെ സർവർക്കും റഹ്മത്താണ് റസൂലേ. ജീവജാലങ്ങൾക്ക് റഹ്മത്താണ്, ജന്തുക്കൾക്ക് റഹ്മത്താണ്, ഈ പ്രകൃതിക്ക് റഹ്മത്താണ്, സർവ മനുഷ്യർക്കും അനുഗ്രഹമാണ് നബിയേ. അങ്ങനത്തെ ഒരു സമൂഹം ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടവരാണ്. അപ്പോഴല്ലേ ഹബീബിൻ്റെ ഉമ്മത്തികളാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾ ഒരു അഹ്ലുദ്ദിമ്മയെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിക്കുന്ന, മുസ്ലിമീങ്ങളുടെ കൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന, അവരോട് യുദ്ധം ചെയ്യാത്ത, അവരോട് സമരസപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. ഏതെങ്കിലും ഒരു ദിമ്മിയായ മനുഷ്യനെ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് മുസാലിമായി ജീവിക്കുന്ന, സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമായ മനുഷ്യൻ വഞ്ചിക്കുകയാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. മുസ്ലിമല്ലാത്ത ഒരാളെ ഒരു മുസ്ലിം വഞ്ചിക്കുകയാണെങ്കിൽ, അമുസ്ലിമായ തൻ്റെ മുതലാളിയുടെ സമ്പത്ത്, തൻ്റെ ശമ്പളം പറ്റുന്നതിന് പകരം തൻ്റെ ശമ്പളം അയാൾ തരുന്നത് എടുക്കാം. അയാൾ തന്നില്ലെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ സമ്പത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളതല്ല, അയാൾ സമ്മതിച്ചെങ്കിലേ അത് എടുക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന മതം. നിങ്ങളാരെങ്കിലും ഒരു മുസ്ലിമല്ലാത്തൊരു സഹോദരനെ വഞ്ചിക്കുകയാണെങ്കിൽ, അന ഖസ്മുഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ മുസ്ലിമിനെതിരായി ഞാൻ അമുസ്ലിമിൻ്റെ പക്ഷത്ത് അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ അമുസ്ലിമിൻ്റെ കൂടെയായിരിക്കും ഉണ്ടാവുക, അമുസ്ലിമിനെ നിങ്ങൾ വഞ്ചിച്ചാൽ. ഇത് പറഞ്ഞ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മത്തിലെ ആളുകൾ പരസ്പരം എത്രയധികം ശ്രദ്ധിക്കേണ്ടവരാണ്. സ്വന്തം അയൽവാസിക്ക് നടന്നു പോകാൻ, ഒരു വാഹനം കൊണ്ടുപോകാൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോൾ ആ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത സമ്പത്ത് പറഞ്ഞിട്ട് മാർക്കറ്റ് വാല്യൂവിനേക്കാളും 10, 20, 100 ഇരട്ടി വില പറഞ്ഞിട്ടൊരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒരാൾക്ക് വഴി നടക്കാൻ, ഒരു മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകാൻ പോലും ഒരു വഴിയില്ലാതെ വരുമ്പോൾ ഒരു വഴി തരണേ എന്ന് എത്രയോ സമ്പത്തുള്ളൊരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ ഞാനത് തരില്ലെന്ന ഭാവേന തൻ്റെ സഹോദരനോടൊരു ദയാവായ്പ പോലും കാണിക്കാൻ മടി കാണിക്കുന്ന മനുഷ്യർ എങ്ങനെ ഹബീബിൻ്റെ ഉമ്മത്തികളിൽ പെടും? നമ്മൾ ആലോചിച്ചു നോക്കി. ലാ ളററ വലാ ളിറാർ, ഇത് ദീനിൻ്റെ ഒരു ഖാഇദയാണ്. മഹാന്മാരായ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ജൂറിസ്റ്റുകൾ, മസ്അലകൾ, പുതുതായ വിഷയങ്ങളിൽ പല മസ്അലകളും വരുമ്പോൾ അതിനാധാരമാകുന്ന ഒരു ഖാഇദ ലാ ളററ വലാ ളിറാർ എന്ന ഹദീസാണ്. നിങ്ങളാരും ബുദ്ധിമുട്ടാവരുത്, നിങ്ങളാരും ആരെയും ബുദ്ധിമുട്ടാക്കുകയും അരുത്. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കുകയും ചെയ്യാൻ പാടില്ല. ലാ ളററ വലാ ളിറാർ. അങ്ങനെയാണെങ്കിൽ കോടതികളുടെ വരാന്തകളിൽ അന്യായമായ കേസുകളുടെ പേരിൽ എത്ര വർഷങ്ങളാണ് മനുഷ്യർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? നിരപരാധികളായ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്നു, നിരപരാധികളായ ആളുകളെ ജയിലിലടക്കാൻ നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നു, സമ്പത്ത് എറിഞ്ഞുകൊടുത്തിട്ട് അന്യായമായും ചില ആളുകളുടെ സമയവും അവരുടെ സമ്പത്തും അവരുടെ ഇസ്സത്തും ഹനിക്കാൻ വേണ്ടി എത്രയെത്ര കേസുകളാണ് നമ്മുടെ കോടതികളുടെ ഫയലുകളിൽ കിടക്കുന്നത്. അതിലേറിയ കൂറും പച്ച നുണകളാണ്. നമ്മൾ ആലോചിക്കണം, ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു മുസ്ലിം വിശ്വാസിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? വിവാഹം വേർപിരിയുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, അവിടെ ത്വലാഖ് സംഭവിക്കുമ്പോൾ, അത് അല്ലാഹു നിശ്ചയിച്ചൊരു വഴിയാണ്. ഒരുമിച്ച് രണ്ടുപേർക്കും പോകാൻ കഴിയില്ലെങ്കിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടുകാർക്കിടയിൽ മസ്ലഹത്തിൻ്റെ ചർച്ചകൾ നടന്നിട്ട് പോലും പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ യുഫ്ഖില്ലാഹു ബൈനഹുമാ,
മസ്ലഹത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യും. അതല്ലെങ്കിൽ ഫസർരിഹുന്ന സറാഹൻ ജമീലാ, അവർക്ക് വേർപിരിയേണ്ടി വരും. അങ്ങനെ വേർപിരിയുമ്പോഴേക്കും തൻ്റെ ഭർത്താവ് തന്നെ പീഡിപ്പിച്ചുവെന്ന് പച്ചപ്പാവമായ ഭർത്താവിനെതിരെ ഭാര്യ കേസ് കൊടുക്കുന്നു. എന്തിന്? ഒന്നും ചെയ്യാതെ ആ പെണ്ണിനെ സഹിച്ചു കൊണ്ട് നടന്നിട്ട് പോലും ഒരു അപശബ്ദം പോലും ഒരു ഒച്ച വെച്ച് സംസാരം പോലും ചെയ്യാത്ത ചില ചെറുപ്പക്കാർക്കെതിരെ പോലും അവരുടെ ഭാര്യമാർ കേസ് കൊടുക്കുന്നു. എന്ത് പീഡനം! ആരൊക്കെ പീഡനം? സ്വന്തം അമ്മായിമ്മ, ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അമ്മായിമ്മ, ബെഡിൽ കിടക്കുന്ന വല്യപ്പ, ഇവരെല്ലാം എന്നെ പീഡിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് ഇത്ര നഷ്ടപരിഹാരം വേണം. അതുമാത്രമല്ല, വിവാഹം കഴിയുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം എത്ര ചെറുതാണെങ്കിലും വലിയൊരു എണ്ണം പറഞ്ഞ്, ഒരളവ് പറഞ്ഞ് അത്ര എൻ്റെ കയ്യിൽ സ്വർണമുണ്ടായിരുന്നു എന്ന് പറയുന്നു. തെളിവുകളുണ്ടോ? അവളുടെ വാക്കല്ലാതെ എന്ത്? എന്നിട്ട് തൻ്റെ ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്ന് അയാൾക്കൊരിക്കലും ജീവിതകാലത്ത് സമ്പാദിച്ചിട്ട് പോലും കൊടുക്കാൻ കഴിയാത്ത അത്ര വിധം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി അന്യായമായി സ്വന്തം വക്കീലിൻ്റെ നാവിൻ്റെ വഴവഴപ്പ് കൊണ്ടോ തൻ്റെ വക്കീലിൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ടോ അന്യായമായും ഒരു മനുഷ്യൻ്റെ സമ്പത്ത് പിടിച്ചടക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെപ്രാളപ്പെടലുകൾ, അത്തരം ആളുകൾക്ക് എന്ത് നിസ്കാരം, എന്ത് ഉംറ, എന്ത് ഹജ്ജ്, എന്ത് ഫലമാണ് ഇതുകൊണ്ടൊക്കെ? ഹുഖൂഖുന്നാസ്, അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളിൽ 3 ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹു ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത ഒരു തെറ്റുണ്ട്, അശ്ശിർക്കു ബില്ലാഹ്. അത് തൗബ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കൂ. തൗബ ചെയ്താൽ അതും അള്ളാഹു പുറത്തു കൊടുക്കും. പിന്നെയുണ്ട് മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകൾ. മനുഷ്യരും തമ്മിൽ ഇടപാടുകൾ. നിങ്ങൾക്ക് വാങ്ങിച്ചും കൊടുത്തും, വായ്പ വാങ്ങിയിട്ടും അല്ലാതെയും നിങ്ങൾ ഇടപാടുകൾ നടത്തിയത്, അതാ മനുഷ്യരുമായി തീർക്കേണ്ട പ്രശ്നമാണ്. അള്ളാഹു പൊറുക്കില്ല, അവര് പുറത്തു തരുന്നത് വരെ. മൂന്നാമത്തേത്, നിങ്ങളും അള്ളാഹും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ നിസ്കാരം ഖളാ ആയത്, നിങ്ങൾ നുണ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് സംഭവിച്ചു പോയ തെറ്റുകളെ, ഒരു മനുഷ്യനെ അവരുടെ ഹക്കുകളെ ബന്ധിക്കാത്ത, നിങ്ങളും പടച്ചവനും തമ്മിൽ മാത്രമുള്ള വിഷയങ്ങൾ, നിങ്ങൾ റമളാനിലെ നോമ്പിനെ നശിപ്പിച്ചത്, നിങ്ങളുടെ ഇബാദത്തിൽ അപാകതകൾ വന്നത്, ശരിക്കും ഒളു കൊടുക്കാതെ നിസ്കരിച്ചത്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ ഇബാദത്തിൽ വരുന്ന തകരാറുകൾ, ഇത് നിങ്ങളും പടച്ചവനും തമ്മിലാണ്. യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ. അല്ലാഹു മാപ്പ് തരാം. അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹുവിന് ശിക്ഷിക്കാനും അധികാരമുണ്ട്. അത് പക്ഷേ മനുഷ്യർക്കും പടച്ചവനും തമ്മിലുള്ള പ്രശ്നമാകയാൽ അത് എളുപ്പമാണ്. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ വചനം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. ഈ തെറ്റുകളിൽ ഏറ്റവും ഗുരുതരമായത് മനുഷ്യനെയും ബന്ധപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ്. അതിൽ വലിയൊരളവോളം കേസ് കൊടുക്കലുകളാണ്. അത് ചെറിയ പരാതികൾ മുതൽ വലിയ കേസുകൾ വരെ, ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും അടക്കമുള്ള കേസുകൾ. അന്യായമായും നിങ്ങൾ ആരുടേതും ദുന്യാവിൽ വാക്സാമർത്ഥ്യം കൊണ്ടോ തൻ്റെ വക്കീലിൻ്റെ കഴിവ് കൊണ്ടോ നിങ്ങളുടേതല്ലാത്തത് നിങ്ങളെങ്ങാനും വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നരകത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അത് സ്വർണമാകാം, അതൊരു തുണ്ട് ഭൂമിയാവാം, നിങ്ങൾക്ക് ലഭിക്കുന്നത് സമ്പത്താകാം, ക്യാഷാകാം, എന്തു തന്നെയാണെങ്കിലും പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ചില ആളുകളെക്കാൾ വാക്സാമർത്ഥ്യമുള്ള ആളുകൾ കാണും. അതുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് പരാതികളുമായി വരുമ്പോൾ നിങ്ങളുടെ സമർത്ഥനത്തിൻ്റെ കഴിവുകൊണ്ട് നിങ്ങളൊരു പക്ഷേ അന്യായവും നുണയുമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങളെ സമർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം. ഇന്നമാ അന ബശറുൻ, ഞാൻ അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഞാനൊരു മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ സമർത്ഥനം ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് ഞാനെങ്ങാനും നിങ്ങളുടെ സഹോദരൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് പതിച്ചു നൽകുകയാണെങ്കിൽ മനസ്സിലാക്കണേ, ഇന്നമാ യഖ്തതിഉ ജംറതൻ മിനന്നാർ,
നരകത്തിൻ്റെ തീകഷ്ണമാണ് നിങ്ങൾ എന്നിൽ നിന്ന് കയ്യിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അന്യായങ്ങളായ ഏതെല്ലാം കേസുകളുണ്ടോ പിൻവലിക്കാൻ മുഅ്മിനായ മനുഷ്യൻ തയ്യാറാവണം. ഒരാളും ഒരാളെയും ബുദ്ധിമുട്ടിക്കണ്ട. ഐനൽ ജബ്ബാറൂൻ ഐനൽ മുലൂക്ക് ഐനൽ മുതകബ്ബിറൂൻ. അധികാരം കയ്യാളിയവരൊക്കെ എവിടെ? അഹങ്കാരികളായി നടന്നവരെവിടെ? രാജാക്കന്മാരെവിടെ? സ്വാധീനം എവിടെ? മന്ത്രിമാരെവിടെ പോയി? അവരുടെയൊക്കെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ വാരിക്കോരി നിങ്ങൾ കൂട്ടിവെച്ചു. ലിമനിൽ മുൽക്കുൽ യൗം മാലിക് യൗമിദ്ദീൻ. ഓരോ ദിവസവും 17 തവണ ഒരു മുസ്ലിമായ മനുഷ്യൻ 5 നേരത്തെ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്തല്ലേ ഇത്? 17 തവണ നിർബന്ധമായി നമ്മൾ ഓതുന്നുണ്ടത്. മാലിക് യൗമിദ്ദീൻ, പരമമായ നീതി നടപ്പാക്കപ്പെടുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥനെ അല്ലാഹുവേ. ഈ ഒരൊറ്റ ആയത്തിൻ്റെ അർത്ഥം ആലോചിച്ചാൽ മനുഷ്യനോട് അന്യായം പെരുമാറാൻ തയ്യാറാകുമോ? മാലിക് യൗമിദ്ദീൻ, ആ മാലിക്കായ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. ആ പടച്ച തമ്പുരാൻ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കൊമ്പുണ്ടായിരുന്ന ആട്, കർണ ആയ ആട്, കൊമ്പില്ലാതിരുന്ന അജ്മ ആയ ഒരു ആടിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്തുകൊണ്ട് കൊമ്പുണ്ടായിരുന്ന ആടിൻ്റെ കൊമ്പ് എടുത്തു കളഞ്ഞിട്ട് ആ ആടിൽ നിന്ന് ആടിനോട് പ്രതികാരമെടുക്കാൻ അല്ലാഹു പറയുകയും ثم يقول لهن كوني ترابا, ഇനി മണ്ണായി പോയിക്കോളൂ എന്ന് ജന്തുജാലങ്ങളോട് പോലും നീതി നടപ്പാക്കുന്ന റബ്ബാണ് നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? നമ്മൾ വിശ്വസിക്കുന്ന റബ്ബ് മാലിക് യൗമിദ്ദീനാണ്. ഈ വിശ്വാസമാണ് ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കുന്നത്. നമ്മുടേതല്ലാത്തത് എന്തിന് നമ്മൾ അവകാശം പറയണം? മറ്റുള്ളവന്റെ അവകാശം നമ്മൾ എന്തിന് പിടിച്ചു വെക്കണം? നമ്മൾ പിടിച്ചു വെച്ചാൽ അല്ലാഹു ഗസ്ബൻ അന്നാ വഅലാ റഗ്മി ഉനൂഫിനാ, നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾക്ക് ആഗ്രഹമില്ലെങ്കിലും അല്ലാഹുവിനത് പിടിച്ച് പറിച്ചെടുത്ത് കൊടുക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു. അങ്ങനത്തെ ഒരു ദിവസത്തെ കാത്തിരിക്കുകയാണ് നമ്മൾ. മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുകൊണ്ട് ഈ ഉമ്മത്ത് നീതിയുടെ ഉമ്മത്താണ്.